മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഇപ്പോൾ മീഡിയാവോടൊപ്പം ചേരുകയാണ്. ഈ മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിനകത്ത് വലിയ വിമർശനം ഉണ്ടായി. കഴിഞ്ഞ ദിവസം MSFും അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. യൂത്ത് ലീഗിനെയും MSFിനെയും ഒന്നും അറിയിക്കുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ലേ? അത് പരിഗണനയുടെ കാര്യം മാത്രമല്ല, യൂത്ത് ലീഗിലും MSFിലൊക്കെ നടന്ന ചർച്ചകളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അധികാരത്തിൽ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ യൂത്ത് ലീഗുകാർക്കും MSFകാർക്കും അർഹമായ പരിഗണന കിട്ടണം എന്ന സ്വാഭാവികമായ ഒരു ആവശ്യം യൂത്ത് ലീഗുകാർക്കിടയിലുണ്ട്. അത് ഒരു കമ്മിറ്റി യോഗത്തിൽ ഉയരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അത് സ്വാഭാവികമായ കാര്യമാണ്. അത്തരം കാര്യങ്ങളോട് പാർട്ടി നേതൃത്വം അനുകൂലമായ ഒരു സമീപനം, നല്ലൊരു കരുതലും ഇതിൻ്റെ തുടക്കം മുതലേ സ്വീകരിച്ച് വരുന്നുമുണ്ട്. എന്തായാലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അർഹമായ പരിഗണന യൂത്ത് ലീഗിന് ലഭിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. പാർട്ടി ആ കാര്യത്തിൽ ശക്തമായി തന്നെ നമ്മുടെ കൂടെയുണ്ട്. യൂത്ത് ലീഗ് നൽകിയ ലിസ്റ്റിൽ നിന്ന്, സംസ്ഥാന നേതൃത്വം നൽകിയ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും ഇതുവരെ പരിഗണിച്ചില്ല എന്നുള്ള അതൊരു ആശങ്ക, അങ്ങനെ ഒരു ആശങ്ക യൂത്ത് ലീഗ് അറിയിച്ചിരുന്നില്ലേ? അല്ല, ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഘടന ഒരിക്കൽ പോലും നിഷ്ക്രിയമായിരുന്നില്ല. ഒന്ന് കഴിഞ്ഞ് ഒന്നിൽ മുഴുകുകയായിരുന്നു, നിരന്തരം കർമ്മരംഗത്തായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, യൂത്ത് ലീഗിലും MSFിലും നല്ല ടാലൻ്റുള്ള നല്ല ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഒരു വലിയ സംഘമുണ്ട് യൂത്ത് ലീഗിൻ്റെ അകത്ത്. അപ്പോൾ അവർ നന്നായി പ്രവർത്തിച്ചവരാണ്. അവർക്ക് നല്ല പരിഗണന വേണം, അർഹമായ പരിഗണന വേണം, പേഴ്സണൽ സ്റ്റാഫിലടക്കം എന്ന കാര്യം പാർട്ടി നേതൃത്വത്തോട് യൂത്ത് ലീഗും MSFും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ പാർട്ടി നേതൃത്വം അനുകൂലമായി ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നല്ല കരുതൽ ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് ലീഡർഷിപ്പ് കൊടുക്കാനും ഒരു ഉപസമിതിയെ തന്നെ നിയമിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അർഹമായൊരു പരിഗണന കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. MSFിൻ്റെ ആ ഒരു പ്രമേയത്തിൽ പറയുന്നത് ഈ ഉപസമിതിയെ നോക്കുകുത്തിയാക്കി ചില സ്റ്റാഫ് നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് പറയാനായിട്ടില്ലല്ലോ. നമ്മൾ സ്റ്റാഫ് നിയമനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കകം അത് പൂർത്തീകരിക്കപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇങ്ങനെ ഒരു ഉപസമിതി വെച്ചപ്പോഴും പാർട്ടി ഈ കാര്യത്തിൽ വലിയ കരുതലെടുത്തപ്പോഴാണ് നൂറുകണക്കിന് അപേക്ഷകൾ വന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം നൂറുകണക്കിന് അപേക്ഷകൾ വന്നു. പുറം ജില്ലകളിൽ നിന്ന് വേറെയും വന്നു. ശരിക്കും മന്ത്രിമാരില്ലാത്ത ജില്ലകൾ പോലും ഉണ്ടല്ലോ, അവർക്കൊക്കെ പരിഗണന കൊടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് അപേക്ഷകൾ വന്നു. അതിൽ നിന്ന് കുറഞ്ഞ ആളുകൾക്കല്ലേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് നോക്കേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFിൻ്റെയും സജീവ പ്രവർത്തകർക്ക് ആ വിഷയത്തിൽ പ്രാതിനിധ്യം വേണമെന്ന ഒരാവശ്യം യൂത്ത് ലീഗിനുണ്ട്. അത് മുസ്ലിം ലീഗിനുണ്ട്, ലീഗിൻ്റെ നേതൃത്വത്തിനുണ്ട്. യൂത്ത് ലീഗ് ഇത് നേതൃത്വത്തെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവരുത് എന്ന രീതിയിലും പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യാപക സംഘടനയിൽ നിന്നും ഒന്നും തന്നെ ആളുകൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ MSF യൂത്ത് ലീഗിൽ നിന്ന്, അധ്യാപക സംഘടന, മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനയിൽ നിന്നൊന്നും തന്നെ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ആരും എടുത്തില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷം കർമ്മനിരതരായി രംഗത്തുണ്ടായിരുന്നു, സമരത്തിനും മറ്റുമൊക്കെ. ആ ആളുകളെ പരിഗണിക്കില്ല, പകരം നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. അല്ല, പിന്നെ ആരെയും എടുത്തില്ല എന്നത് ശരിയല്ല. ഇപ്പോൾ സ്റ്റാഫിൽ നിയമിക്കപ്പെട്ട പലരും നമ്മുടെ പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൂടാ. പിന്നെ നേരത്തെ ഉള്ളവർ വീണ്ടും വരുന്നു എന്നുള്ളത് അതൊരു പരിചയസമ്പത്ത് കൂടി പലപ്പോഴും നോക്കേണ്ടതായിട്ട് വരും. നേരത്തെ പുതിയ മന്ത്രിമാരാണ്, അവരുടെ ഒരു പരിചയസമ്പത്ത് വലിയൊരു ഘടകമാണ്. ആ നിലക്കുള്ള ഒരു പരിഗണന അത്തരത്തിൽ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് 80% സ്റ്റാഫ് നിയമനം പൂർത്തിയായെന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പൂർത്തീകരിച്ച് വരുന്നേ ഉള്ളൂ. വിഷയത്തിൽ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് യൂത്ത് ലീഗ് ഉള്ളത്. മലബാറിലെ, പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് തെക്കൻ ഭാഗത്തുള്ള പ്രവർത്തകർ കൂടുതലായിട്ട് സ്റ്റാഫിൽ വരുന്നു എന്നുള്ള ആക്ഷേപം കൂടി. അല്ല, അത്തരം കാര്യങ്ങൾക്കൊക്കെ പിന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് പാർട്ടിക്കകത്ത് ആദ്യം പറയണം. മറിച്ച് ഇങ്ങനെ ഒരു നിയമനം പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പാർട്ടി പറയുന്ന പക്ഷം ആ കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ സമയമായിട്ടില്ല. അത് പാർട്ടി അറിയിക്കുന്ന രീതിയിൽ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതിനെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. പാർട്ടി പരിഗണന കിട്ടും, അർഹമായ പരിഗണന കിട്ടും എന്ന കാര്യത്തിൽ പാർട്ടിക്കും അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
ഇത്രയും സമയം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരിഗണന ലഭിച്ചില്ല. ആ ആശങ്ക നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, യൂത്ത് ലീഗുകാരെ പരിഗണിക്കണമെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ആശങ്കയായിട്ട് പറയാൻ മാത്രം നേരായിട്ടില്ല. പൂർണ്ണമാവട്ടെ. അറിയിക്കുന്ന പരിഗണന ലഭിക്കുന്നു. തീർച്ചയായിട്ടും തന്നെയാണ്. ഏതായാലും ഈ സ്റ്റാഫ് നിയമനം പൂർണ്ണമായിട്ടില്ല. വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമാണ് അത് പൂർത്തിയാകുക. അപ്പോൾ തീർച്ചയായിട്ടും യൂത്ത് ലീഗ് അടക്കമുള്ളവർക്ക് അറിയിക്കുന്ന പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗ് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. അനൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.